കോൺഗ്രസ് ഹൈക്കമാൻഡുമായുള്ള സംസ്ഥാന നേതാക്കളുടെ നിർണായക കൂടിക്കാഴ്ച ഇന്ന് ഡൽഹിയിൽ നടക്കും. പ്രശ്നപരിഹാരത്തിനായി എന്ത് ഫോർമുല കണ്ടെത്തുമെന്നത് നിർണായകമാണ്. MLA-മാരുടെ പിന്തുണയിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് KC വേണുഗോപാൽ പക്ഷം. അതേസമയം ഘടക കക്ഷികളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും വരുന്ന പിന്തുണയിലാണ് VD പക്ഷത്തിന്റെ പ്രതീക്ഷ. തന്റെ സീനിയോറിറ്റി പരിഗണിക്കുമെന്നാണ് രമേശ് ചെന്നിത്തലയും കരുതുന്നത്. നേതാക്കൾക്കിടയിൽ ധാരണയുണ്ടായാൽ ഇന്ന് തന്നെ പ്രഖ്യാപനമുണ്ടാകും. എല്ലാ കണ്ണുകളും ഡൽഹി ചർച്ചകളിലേക്കാണ്. ഇതിനിടെ സംസ്ഥാനത്ത് പലയിടത്തും ഇന്നും VD അനുകൂല പ്രകടനങ്ങൾ, രമേശ് ചെന്നിത്തല അനുകൂല പ്രകടനങ്ങൾ, KC അനുകൂല പ്രകടനങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കിരൺ ബാബു ഒപ്പം ഡാൻ കുര്യൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ഞാൻ കിരൺ ബാബുവിലേക്ക് പോകുന്നു. കിരൺ, എന്താണ് നിലവിലെ സ്റ്റാറ്റസ്? ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമോ? ആരൊക്കെയാണ് ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നത്? എൽദോ, ഏറ്റവും ആകാംക്ഷാപൂർവ്വം കേരളം കാത്തിരിക്കുകയാണ് ആരാവും കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രിയെന്ന്. ഇന്ന് പ്രഖ്യാപനം ഉണ്ടായും തീരുമാനം ഉണ്ടാവും എന്നൊക്കെ ഒരു പ്രതീക്ഷയാണ്. പക്ഷേ പ്രതീക്ഷയ്ക്കപ്പുറത്തേക്ക് അങ്ങനെ തന്നെ ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഡൽഹിയിൽ ഇപ്പോഴുള്ളതും. കോൺഗ്രസിൻ്റെ ഇത്രകാലത്തെ ചരിത്രവും അങ്ങനെയൊക്കെ തന്നെയാണ്. ഈ മൂന്ന് പേരിൽ ഒരാൾ ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അതോടൊപ്പം തന്നെ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല. ഈ മൂന്ന് പേരിൽ ഒരാളുടെ തീരുമാനമെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഈ മൂന്ന് പേരും മൂന്ന് തരത്തിൽ കരുത്തരായ നേതാക്കളാണ്. ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് മൂന്ന് പേരും സ്വീകാര്യരായ നേതാക്കൾ തന്നെയാണ്. വിവിധ ദൗത്യങ്ങൾ ഏൽപ്പിച്ച ദൗത്യങ്ങൾ ഹൈക്കമാൻഡിന് വേണ്ടി ആത്മാർത്ഥമായി ചെയ്ത നേതാക്കളാണ്. മൂന്ന് പേരും അർഹരാണ് എന്ന കാര്യത്തിലും ഹൈക്കമാൻഡിന് സംശയമില്ല. പക്ഷേ മൂന്ന് പേർക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകാനാവില്ല. അവിടെ സ്വാഭാവികമായും MLA-മാരുടെ അഭിപ്രായത്തിന് കേരളത്തിൻ്റെ പാർട്ടിയുടെ ഒരു ഐക്യം, മുന്നണിയുടെ ഐക്യം, അങ്ങനെ പല ഘടകങ്ങൾ സ്വാഭാവികമായും ചർച്ച ചെയ്യേണ്ടി വരും. ഇന്നെന്തായാലും തമിഴ്നാട്ടിൽ സത്യപ്രതിജ്ഞ ഇന്ന് കാണുമെന്നുള്ള പ്രതീക്ഷയിൽ വൈകുമെന്നൊരു തോന്നലുണ്ടായിരുന്നു. അവിടേക്ക് രാഹുൽ ഗാന്ധി അടക്കം പോകുമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഇന്ന് സത്യപ്രതിജ്ഞയില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ചർച്ച നടക്കാനാണ് സാധ്യത. 11 മണിയോടുകൂടി എപ്പോഴാണ് കൂടിക്കാഴ്ചയ്ക്കുള്ള സമയം അറിയിക്കാമെന്നാണ് ഈ നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന സന്ദേശം. 11 മണിക്ക് ശേഷമാവും ഖർഗെയുമായിട്ടായിരിക്കും ആദ്യ കൂടിക്കാഴ്ച നടക്കുക എന്നറിയുന്നു. ഖർഗെയുമായി കൂടിക്കാഴ്ച നടന്നു കഴിഞ്ഞാൽ ഓരോരുത്തരും അവരവർക്ക് പറയാനുള്ള അഭിപ്രായങ്ങളും അവരുടെ അവകാശവാദങ്ങളും എല്ലാം ഉന്നയിക്കും. ഹൈക്കമാൻഡ് സ്വാഭാവികമായും ആദ്യ റൗണ്ടിൽ ഇതൊക്കെ കേൾക്കുക എന്നുള്ളതായിരിക്കും. അതിനുശേഷമായിരിക്കും അക്കാര്യത്തിൽ വീണ്ടും ഒരു ചർച്ച നടത്തി എന്താണ് ഹൈക്കമാൻഡിൻ്റെ നിലപാട് എന്നുള്ളത് സ്വാഭാവികമായും മറിച്ച് ഇവരെ അറിയിക്കും. ആ നിലപാടിനോടുള്ള ഇവരുടെ ഇനി മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ മന്ത്രിസഭയിലേക്ക് ഇല്ലെന്നോ അല്ലെങ്കിൽ ഇത് സ്വീകരിക്കാം, ഇന്നയാളെ സ്വീകരിക്കാൻ കഴിയില്ല തുടങ്ങിയ സ്വാഭാവികമായും ഇവർ ഉന്നയിക്കുന്ന ആരും അങ്ങനെ അവകാശവാദത്തിൽ നിന്ന് മൂന്ന് പേരും പിൻവാങ്ങാൻ യാതൊരു സാധ്യത നിലവിൽ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരം ചർച്ചകളിലൊക്കെ ആയിരിക്കും ഇന്ന് കടക്കുക. ഈ ചർച്ചയ്ക്ക് ശേഷം അവിടെ ഒരു തീരുമാനമായില്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ കാണാൻ സാധ്യതയുണ്ട്. അതിന് മുമ്പ് തന്നെ തീരുമാനമാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിന് നടന്നില്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുമായും ഈ സമാനമായ രീതിയിൽ മൂന്ന് പേരും ചർച്ചയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കേരളത്തിലെ നേതാക്കളായതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ പക്ഷത്തും അവിടെയും ഒരു തീരുമാനമായില്ലെങ്കിൽ അത് സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് അടക്കം പോകാൻ സാധ്യതയുണ്ട്. ഇതിനിടയിൽ പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളടക്കം ഇവരുമായി ചർച്ച നടത്താൻ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വിഷയമുണ്ടാകുമ്പോൾ സംഘടനാകാര്യ സെക്രട്ടറി എന്ന നിലയ്ക്ക് KC വേണുഗോപാൽ ഈ ചർച്ചയ്ക്കൊക്കെ ഹൈക്കമാൻഡിന് വേണ്ടി ഇടപെടാറുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഹൈക്കമാൻഡിന് വേണ്ടിയുള്ള അത്തരത്തിലേക്കുള്ള ഇടപെടലിനപ്പുറത്തേക്ക് KC വേണുഗോപാലും ഇവിടെ ഒരു കക്ഷിയാണ്. അങ്ങനെ കക്ഷിയായി നിൽക്കുമ്പോൾ അതിൽ തീരുമാനമെടുക്കാൻ സ്വാഭാവികമായിട്ടും ഖർഗെയുടെ തീരുമാനം അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും തീരുമാനം തന്നെയാവും ഇതിൽ ഏറ്റവും നിർണായകമാവുക. റൈറ്റ്. കിരൺ ബാബു, ഒരു നിമിഷം. ഇപ്പോൾ ഇതാ K മുരളീധരൻ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തുകയാണ്. എന്താണ് അദ്ദേഹത്തിന്റെ പ്രതികരണം എന്ന് നോക്കാം. കിരൺ ബാബു തുടരണം. കിരൺ ബാബു ഡൽഹിയിൽ നിന്നാണ് ചേർന്നത്. കൂടുതൽ വിവരങ്ങൾ തേടേണ്ടതുണ്ട്. ചിലരുടെ ആഗ്രഹങ്ങൾ അവർ ഫ്ലക്സിലൂടെ പ്രദർശിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. അത് കാരണം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പ്രകടനം നടത്തുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ. പക്ഷേ ആ പ്രകടനം കൊണ്ട് ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഫ്ലക്സുകൾ കൊണ്ടും ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതിനൊക്കെ ചില നടപടിക്രമങ്ങളുണ്ട്. അതനുസരിച്ച് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. ഫ്ലക്സിന്റെ എണ്ണം കൂടിയതുകൊണ്ടോ ജാഥകൾ കൂടിയതുകൊണ്ടോ ഒന്നും തീരുമാനമാവില്ല. തീരുമാനമാവണമെങ്കിൽ ആ നടപടിക്രമങ്ങൾ പൂർത്തിയാകണം. അത് ഏതാണ്ട് 24 മണിക്കൂറിനുള്ളിൽ പൂർത്തിയാവുന്നതാണ് ഡൽഹിയിൽ നിന്ന് കിട്ടുന്ന വിവരം. അത് എടുക്കാൻ വിട്ടുപോയതായിരിക്കും. ഞാൻ ഹൈക്കമാൻഡിന്റെ മുമ്പിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പരസ്യമായിട്ട് പറയില്ല. ഞാൻ എന്റെ നിയോജകമണ്ഡലത്തിന്റെ വികാരം അവിടെ അവതരിപ്പിച്ചു. എന്നോട് ജനങ്ങൾ പറഞ്ഞ കാര്യം
അത് ഞാൻ അവിടെ വ്യക്തമായിട്ട് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിന് ഫ്ലക്സ് വെച്ചത് കൊണ്ടോ ജാഥ നടത്തിയത് കൊണ്ടോ ഒന്നും തീരുമാനം വരില്ല. തീരുമാനം ആവേണ്ട സമയത്താവും. അവരാരും കോൺഗ്രസ്സുകാരല്ല. അങ്ങനെ ഫ്ലക്സിൽ തുപ്പുന്നവരുടെയൊക്കെ അത് അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. മാനദണ്ഡത്തെ എന്താണ് നിയമം KPC പ്രസിഡന്റാണ്, എന്താണ് മാനദണ്ഡമാക്കേണ്ടത്? MLA-മാരുടെ നമ്പേഴ്സാണോ, സീനിയോറിറ്റിയാണോ, ജനപിന്തുണയാണോ, എന്താണ് മാനദണ്ഡമാക്കേണ്ടത്? സീനിയോറിറ്റി ഒന്നും പാർട്ടിക്കകത്ത് പലപ്പോഴും നോക്കിയിട്ടില്ലല്ലോ. സീനിയോറിറ്റി ഒന്നും പ്രശ്നമൊന്നുമല്ല. MLA-മാരുടെ ഭൂരിപക്ഷം നോക്കണം, ഘടകകക്ഷികളുടെ അഭിപ്രായം നോക്കണം. ഇതൊരു സിംഗിൾ പാർട്ടി ഗവൺമെന്റ് അല്ല, ഇതൊരു കൊയിലീഷൻ ഗവൺമെന്റാണ്. സ്വാഭാവികമായും ഘടകകക്ഷികളുടെ അഭിപ്രായം കൂടെ ആരായി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.